വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എണീറ്റ് ആദ്യമേ ചോറൊക്കെ വെക്കൽ കഴിഞ്ഞു. എണീറ്റ് വന്നു ഞാൻ വീഡിയോ എടുക്കണത് കണ്ടു. പിന്നെ അങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു പോയി. എന്താ ചായ ആയോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. പിന്നെ അങ്ങനെ സനുമോൻ രാവിലെ ചായ കുടിച്ചു. കറി ഉണ്ടാക്കി. സാമ്പാറായിരുന്നു, ദോശയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. സാമ്പാറൊക്കെ വെച്ചു. പിന്നെ അങ്ങനെ ഇക്കാക്ക് പോകാൻ ടൈമായി. സനുമോൻ പോയി. ഇക്കാക്ക് പോകാൻ ടൈമായി. ഇക്കാക്ക് ഫുഡ് സനുമോനും മിക്കൊക്കെ ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാവും കേട്ടോ. അവർക്കൊക്കെ ഫുഡാക്കി കൊടുത്തു. നല്ല മഴയായിരുന്നു. അങ്ങനെയൊക്കെ കുറേ നേരം കാത്തുനിന്നു. അവസാനം കോട്ടൊക്കെ ഇട്ട് ഇറങ്ങി ഗേറ്റ് തുറക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട്, അത് തുറക്കാൻ വേണ്ടി പോവാം. അങ്ങനെ ബൈക്കിലൊക്കെ കയറി പോവാൻ റെഡിയായി. സനമോൾ ഇവിടുന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അവൾക്ക് മഴ ആയതുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് മൂപ്പരൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോകണമൊക്കെ നോക്കി നിന്ന് അങ്ങനെ പോയി. നല്ല മഴ കാരണം കൊണ്ട് വണ്ടി എടുക്കാനേ പറ്റില്ലായിരുന്നു. കുറേ നേരം കാത്തു നോക്കി. മഴ നിൽക്കുന്നില്ല. അവസാനം മൂപ്പര് മഴ തന്നെ പോകേണ്ടി വന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു, കോടയുണ്ടായിരുന്നു. പിന്നെ ഉപ്പച്ചി വന്ന്, എന്നും രാവിലെ ഉപ്പച്ചി വരും കേട്ടോ. ഉപ്പച്ചി വന്ന് മോളെ കുറച്ച് നേരം കൊഞ്ചിച്ച് ഉപ്പച്ചിയും പോയി. ഉപ്പച്ചി നോക്കി നിന്ന്, അവളും നോക്കി നിന്ന് കുറേ നേരം അവിടെ മറയുന്നത് വരെ നോക്കിക്കും ഉപ്പച്ചി പോണത്. അതുവരെ ഞാനും നിൽക്കണം കൂടെ. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നോക്കി നിന്ന് ഞങ്ങൾ പിന്നെ അകത്തോട്ട് പോയി. ചെടിയൊക്കെ നോക്കി നിന്ന് മുറ്റത്ത് പുല്ല് വെട്ടാൻ ആൾ വരുമെന്ന് പറഞ്ഞിരുന്നു. അതും നോക്കി നിന്ന് അങ്ങനെ ഫൈനലി അവരും വന്ന് പുല്ലൊക്കെ വെട്ടാൻ മെഷീൻ കൊണ്ടുവന്നിരുന്നു. ആ മെഷീൻ വെച്ചിട്ട് പുല്ലിട്ടാണ് അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എസ്റ്റേറ്റത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 77 വന്നതാണെന്ന് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ സനമോളും അങ്ങനെ നോക്കി നിന്നു. അവരിങ്ങനെ പറഞ്ഞ് ഇവിടെ പണ്ട് മദ്രസ ആയിരുന്നു, പിന്നെ പോലീസുകാരെ ക്വാർട്ടേഴ്സായി, അങ്ങനെ റെഡിയാക്കിയെടുത്ത് പിന്നെ കമ്പനി ക്വാർട്ടേഴ്സ് തന്നെ ആക്കി. അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞു തരുമ്പോൾ സനമോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പാപ്പാന്ന് വിളിക്കുന്നുണ്ട് അവൾ. അങ്ങനെ കുറേ നേരം അവരുമായിട്ട് സംസാരിച്ചിരുന്ന് സനമോൾക്ക് ഭയങ്കര സന്തോഷമായി. അവരും കുറേ നേരം അവളോട് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ പുല്ല് വെട്ടാൻ റെഡിയായി. മെഷീനൊക്കെ എടുത്ത് വയസ്സായ ഒരാളാട്ടോ, റിട്ടയർഡ് ആയിക്കുന്നത്. അങ്ങനെ മൂപ്പര് പുല്ല് വെട്ടാനൊരുങ്ങി. സനമോൾ ആ സൗണ്ടൊക്കെ കേട്ട് പേടിച്ചിറങ്ങി പോയി. അങ്ങനെ പുല്ല് വെട്ടുന്നതൊക്കെ നോക്കി നിന്ന് ഞങ്ങൾ. വെട്ടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ നേരം അവിടെ നോക്കി നിന്ന്. അപ്പോഴത്തേന് ഞങ്ങളെ പണികളൊക്കെ തീർന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കി നിന്ന് ടൈം പോയത് അറിഞ്ഞില്ല. 2 മണി ടൈമായപ്പോൾ മൂപ്പര് വെട്ടാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങളെ പണികളൊക്കെ തീർന്നിരുന്നു. അങ്ങനെ രാത്രിയായി. ഒരു 6 ആയപ്പം ഞങ്ങളെ തേടി ഒരു അതിഥി വന്നിരിക്കുന്നു. ഞങ്ങളെ അറിഞ്ഞില്ല വന്നത്. ഞങ്ങൾ ഫോറസ്റ്റ് വന്നപ്പോഴാണ് ആളെ കണ്ടേ. ഒരു അപാരം വലിയൊരു ആൾ വന്നിരുന്നു. ഇങ്ങോട്ട് റോഡ് സൈഡിലായിരുന്നു. ഫോറസ്റ്റ് ആട്ടിയിട്ടാണ് അങ്ങോട്ടാക്കിയത്. മൂപ്പര് പോകാനൊന്നും ഇഷ്ടമല്ലായിരുന്നു, വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ലായിരുന്നു. ഫോറസ്റ്റ് ഒരുപാട് മെനക്കെട്ടിട്ടാണ് അവിടം വരെ എത്തിച്ചേട്ടോ. അങ്ങനെ കുറേ നേരം അവർ നോക്കി. പിന്നെ അതൊക്കെ കണ്ട് രാത്രിയിൽ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. സനമോൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചതായിരുന്നു. പിന്നെ ഞങ്ങളെ കൂടെ ഇരുന്ന് ആളും ഫുഡ് കഴിച്ചു. പിന്നെ ഇക്കാൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.